നമസ്കാരം. ആസ്ട്രിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് ഫിസിക്സിനകത്തിലെ ഊർജം എന്ന ടോപ്പിക്കാണ്. അപ്പം ഊർജം എന്താണ്? ഊർജം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം എന്ന് പറയുന്നത്, ഊർജത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഓക്കെ, ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ്. നമുക്ക് ഊർജത്തിൻ്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഓക്കെ, അപ്പം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ഏത്? ജൂൾ. എന്താണ്? ജൂൾ. SI യൂണിറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയുന്നത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർഗ്. എന്താണ്? എർഗ്. അപ്പം CGS യൂണിറ്റ് എർഗ് ആണെങ്കിൽ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. SI യൂണിറ്റ് ജൂളാണെങ്കിൽ CGS യൂണിറ്റ് എന്താണ്? എർഗാണ്. അപ്പം മറന്നു പോകരുത്. അപ്പം 1 ജൂൾ എന്ന് പറയുന്നത് എന്താണ്? 10⁻⁷ ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁷ ആണ്. 1 വാട്ട് അവർ എന്ന് പറയുന്നതോ? 1 വാട്ട് അവർ എന്ന് പറയുമ്പം 1 വാട്ട് പെർ അവർ. 1 വാട്ട് അവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 വാട്ട് അവർ പെർ അല്ല, 1 വാട്ട് അവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3600 ജൂളായിരിക്കും. 3600 ജൂളായിരിക്കും. ഓക്കെ, അപ്പം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജമെങ്കിൽ ഊർജത്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ത്? ജൂൾ എന്ന് പറയുന്നത്. CGS യൂണിറ്റ് ആണ് എന്ത്? എർഗ് എന്ന് പറയുന്നത്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ആണ്. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ആണ്. 1 വാട്ട് അവർ എന്ന് പറഞ്ഞാലോ? 3600 ജൂളാണ്. 3600 ജൂളാണ്. അപ്പം എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പഠിച്ചല്ലോ. ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. CGS യൂണിറ്റ് എന്താണ്? എർഗാണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ആണ്. പിന്നെയോ 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഇത്രയും പഠിച്ചല്ലോ. ഓക്കെ, വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം നോക്കാം. നമുക്ക് വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം നോക്കാം. ഏതൊക്കെയാണ് വിവിധ ഊർജ രൂപങ്ങൾ? യാന്ത്രികോർജം കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. എന്താണ്? യാന്ത്രികോർജം. അതുകൊണ്ട് തന്നെ ഏതാണ്? സൗരോർജം. എന്താണ്? സൗരോർജം. താപോർജം. പിന്നെ എന്താണ്? താപോർജം. രാസോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ എന്തുണ്ട്? പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അപ്പം നോക്കിക്കേ, വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? യാന്ത്രികോർജം, സൗരോർജം, താപോർജം, രാസോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം എന്നിവ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജമാണ് എന്ത്? യാന്ത്രികോർജം. അപ്പം യാന്ത്രികോർജം എന്ന് വെച്ചാൽ എന്താണ്? യന്ത്രങ്ങളുടെ പ്രവർത്തനം മുഖേന ഉപയോഗിക്കുന്ന ഊർജമാണ് എന്ത്? യാന്ത്രികോർജം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? യന്ത്രങ്ങളുടെ പ്രവർത്തനം മുഖേന ഉപയോഗിക്കുന്ന ഊർജമാണ് എന്ത്? യാന്ത്രികോർജം എന്ന് പറയുന്നത്. ഓക്കെ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് എന്ത്? രാസോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് എന്ത്? രാസോർജം. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറഞ്ഞു. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് എന്താണ്? ജൂളാണെന്ന് പറഞ്ഞു. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? എർഗാണെന്ന് പറഞ്ഞു. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ആണെന്ന് പറഞ്ഞു. 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണെന്നും പറഞ്ഞു. പിന്നെ എന്താണ് പഠിച്ചത്? വിവിധ തരം ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് പഠിച്ചത്. വിവിധ തരം ഊർജ രൂപങ്ങൾ എന്താണ്? യാന്ത്രികോർജമുണ്ട്, പ്രകാശോർജമുണ്ട്, ശബ്ദോർജമുണ്ട്, സൗരോർജമുണ്ട്, രാസോർജമുണ്ട്, വൈദ്യുതോർജമുണ്ട്, താപോർജമുണ്ട്, പിന്നെ എന്താണ്? കാന്തികോർജമുണ്ട്, ആണവോർജമുണ്ട്. അങ്ങനെ
പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. ഇപ്പം യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഊർജ്ജമാണ് എന്ത്? യാന്ത്രികോർജം എന്ന് പറയുന്നത്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ്. ഓരോ പദാർത്ഥമുണ്ടല്ലോ, തന്മാത്രകൾ കൂടിച്ചേർന്ന് പദാർത്ഥങ്ങളാകുമല്ലോ. അപ്പം എന്താണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് എന്ത്? രാസോർജം. ഓരോ പദാർത്ഥത്തിലും എന്തടങ്ങിയിട്ടുണ്ട്? ഊർജം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? ഊർജം അടങ്ങിയിട്ടുണ്ട്. ആ ഊർജം വെച്ചിട്ടാണ് നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം പദാർത്ഥങ്ങളിൽ, അങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണെന്ത്? രാസോർജം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണെന്ത്? രാസോർജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? യാന്ത്രികോർജം, സൗരോർജം, താപോർജം, രാസോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം. അപ്പം യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വാഹനങ്ങളെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണെന്ത്? രാസോർജം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ. ഊർജത്തിൻ്റെ ഉറവിടം എവിടെയാണ് മെയിനായിട്ടും? ഊർജത്തിൻ്റെ ഉറവിടം എവിടെയാണ് മെയിനായിട്ടും? നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യനിലാണ് ഊർജത്തിൻ്റെ ഉറവിടം. നമ്മുടെ ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സോഴ്സ് ഏതാണ്? സൂര്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ. എന്താണ്? കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പറയുന്നു? ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെ ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. അങ്ങനാണെങ്കിൽ വിറക് കത്തുമല്ലോ. വിറക് കത്തുമ്പോൾ താപം ഉണ്ടാവുമല്ലോ, ഇല്ലേ? തീ ഉണ്ടാകത്തില്ല, തീക്ക് ചൂടല്ലേ. അപ്പം എന്താണ്? വിറക്, കൽക്കരി തുടങ്ങിയവ ഖര ഇന്ധനങ്ങൾക്കും. അവയെന്താണ്? കൽക്കരിയും വിറകും ഒക്കെ എന്താണ്? ഖര ഇന്ധനങ്ങളാണ്, അതായത് കട്ടിയുള്ള ഇന്ധനങ്ങളാണ്. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ ദ്രാവക ഇന്ധനങ്ങൾക്കും ഉദാഹരണങ്ങളാണ്. അപ്പം എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്? 2 തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. 2 തരത്തിലല്ല, 3 തരത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട്. ഖരം ഏതൊക്കെയാണ്? വിറക്, കൽക്കരി. പിന്നെയോ ദ്രാവകം ഏതൊക്കെയാണ് എന്ന് പറയുന്നത്? ഖരമാണ്. ദ്രാവകം ഏതൊക്കെയാണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവയൊക്കെയാണ് ദ്രാവകം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ LPG, CNG മുതലായ വാതകങ്ങൾ ഇന്ധനങ്ങൾക്ക് എന്ത് തരം ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്? വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഏത് തരം ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്? വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ, LPG, CNG മുതലായവ എന്താണ്? വാതക ഇന്ധനങ്ങൾക്കും ഉദാഹരണങ്ങളാണ്. അപ്പം ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. കത്തിക്കുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ധനങ്ങൾ എന്ന് പറയുന്നു. വിറക്, കൽക്കരി തുടങ്ങിയവ എന്താണ്? ഖര ഇന്ധനങ്ങൾക്കും, ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ ദ്രാവക ഇന്ധനങ്ങൾക്കും, LPG, CNG മുതലായവ വാതക ഇന്ധനങ്ങൾക്കും എന്താണ്? ഉദാഹരണങ്ങളാണ്. ഇത്രയും പഠിച്ചല്ലോ, അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കിക്കേ, പെട്രോളിയത്തിൽ നിന്നുമാണ് ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം ദ്രാവക ഇന്ധനങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് നമ്മൾ ദ്രാവക ഇന്ധനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോഴോ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ എന്തിനുദാഹരണമാണ്? ദ്രാവകയല്ല, വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം പെട്രോളിയത്തിൽ നിന്നും ദ്രാവക ഇന്ധനങ്ങൾ എന്ത് ചെയ്തെടുക്കുന്നു? വേർതിരിച്ചെടുക്കുന്നു. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെ? LPG, CNG, ഹൈഡ്രജൻ. ഇതൊക്കെ വാതകമല്ലേ? LPG നമ്മൾ എന്താണ്?
അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, അത് വാതകമായിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. ആ കുറ്റിക്കകത്ത് നിറച്ചും ആ ഒരു സിലിണ്ടറിനകത്ത് നിറച്ചും നമ്മൾ വാതകമാണ് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിറച്ച് വെച്ചിരിക്കുന്നത്. വാതക രൂപത്തിലാണ് എന്ത്, ഇന്ധനം നിറച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് കത്തിക്കാൻ ആവശ്യമായ ഇന്ധനം നിറച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, വാതക രൂപത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, ഹൈഡ്രജൻ മുതലായവ. ഓക്കെ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഏവിയേഷൻ ഫ്യൂവൽ. ഏതാണ്, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഏവിയേഷൻ ഫ്യൂവൽ. അതെല്ലാവർക്കും അറിയാം, ഒരുപാട് തവണ ചോദിച്ചിട്ടുമുള്ളതാണ്. ഓക്കെ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏത്, ഏവിയേഷൻ ഫ്യൂവൽ. ഏവിയേഷൻ ഫ്യൂവൽ. ഓക്കെ, ജലത്തിലൂടെയാണ് ഇന്ധനങ്ങളിൽ നിന്നും ജ്വലനത്തിലൂടെയാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തേക്ക് വരുന്നത്. അപ്പം കത്തിക്കുമ്പോഴാണ് ഇന്ധനങ്ങളിൽ നിന്നും എന്ത് പുറത്തേക്ക് വരുന്നത്, ഊർജം പുറത്തേക്ക് വരുന്നത്. കത്തിക്കുമ്പോഴാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം എന്ത് ചെയ്യുന്നത്, പുറത്ത് വരുന്നത്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഒന്നുകൂടെ നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഓക്കെ, ഊർജത്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ത്, ജൂൾ. CGS യൂണിറ്റ് ആണ് എന്ത്, എർഗ്. 1 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്, 10⁻⁷ ആണ്. അതുപോലെ തന്നെ 1 വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്, 3600 ജൂളാണ്. ഓക്കെ, പിന്നെ എന്താണ്, വിവിധ തരം ഊർജ രൂപങ്ങൾ നമുക്കറിയാം. യാന്ത്രികോർജമുണ്ട്, സൗരോർജമുണ്ട്, താപോർജമുണ്ട്, രാസോർജമുണ്ട്, വൈദ്യുതോർജമുണ്ട്, ശബ്ദോർജമുണ്ട്, പ്രകാശോർജമുണ്ട്, കാന്തികോർജമുണ്ട്, ആണവോർജമുണ്ട്. ഓക്കെ, അപ്പം യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജ്ജമാണ് എന്ത്, യാന്ത്രികോർജം എന്ന് പറയുന്നത്. യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജ്ജമാണ് എന്ത്, യാന്ത്രികോർജം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് എന്ത്, രാസോർജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഊർജത്തിൻ്റെ ഉറവിടങ്ങളെ കുറിച്ചാണ് പിന്നീട് നമ്മൾ പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കൾ, കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളാണെന്ത്, ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളാണെന്ത്, ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയോ വിറക്, കൽക്കരി, ഇവ എന്താണ്, ഖര ഇന്ധനങ്ങളാണ്. വിറക്, കൽക്കരി എന്താണ്, ഖര ഇന്ധനങ്ങളാണ്. ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിക്കാം, അതുകൊണ്ട് മറക്കരുത്. ഖര ഇന്ധനങ്ങളാണ് ഏതൊക്കെ, വിറക്, കൽക്കരി എന്നിവ. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ ദ്രാവക ഇന്ധനങ്ങളും അതുകൊണ്ട് തന്നെ LPG, CNG മുതലായവ വാതക ഇന്ധനങ്ങളുമാണ്. ഓക്കെ, അപ്പം പെട്രോളിയത്തിൽ നിന്നുമാണ് ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. പെട്രോളിയത്തിൽ നിന്നുമാണ് ദ്രാവക ഇന്ധനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. അപ്പം വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഏവിയേഷൻ ഫ്യൂവൽ ആണ്. ഏവിയേഷൻ ഫ്യൂവൽ. ജ്വലനത്തിലൂടെയാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്നത്. ജ്വലനത്തിലൂടെയാണ് എന്ത് പുറത്തേക്ക് വരുന്നത്, ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ്, ജ്വലനത്തിലൂടെയാണ്. അപ്പം ഇത്രയൊക്കെ ആണല്ലോ, ഇത്രയും പഠിച്ചല്ലോ. ഇത് നോക്കിക്കേ, ഇന്ധനങ്ങൾ ഖരം, ദ്രാവകം, വാതകം. പലതരത്തിലുള്ള ഊർജ രൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഖരമായിട്ടുള്ളത് ഏതൊക്കെയാണ്, വിറക്, കരി, ചാണകവരളി. ചാണകവരളി എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോഴത്തെ എന്താണ് ശവസംസ്കാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്, ചാണകവരളിയാണ്. ഓക്കെ, കൽക്കരി. ഇത്രയും എന്താണ്, ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്ത് പറയും, വിറക്, കരി, കൽക്കരി, ചാണകവരളി, ഓക്കെ 4 എണ്ണം. ഓക്കെ, ഏതൊക്കെയാണ്, വിറക്, കരി, കൽക്കരി, ചാണകവരളി. ഇനി ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാലോ, ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തൊക്കെയാണ്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഫ്യൂവൽ ഓയിൽ. എന്താണ്, മണ്ണെണ്ണ എല്ലാവർക്കും അറിയാം, പെട്രോൾ അറിയാം, ഡീസൽ അറിയാം, ഫ്യൂവൽ ഓയിൽ അറിയാം. വാതകമോ, ബയോഗ്യാസ്, LPG, CNG, ഹൈഡ്രജൻ മുതലായവയാണ് എന്ത്, വാതക ഇന്ധനങ്ങൾ. വാതക ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്, ബയോഗ്യാസ്, LPG, CNG, ഹൈഡ്രജൻ ചോദിച്ചിട്ടുള്ളതാണ്. വാതക ഇന്ധനങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ്,
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് വാതക ഇന്ധനങ്ങളെക്കുറിച്ച്. അപ്പം ബയോഗ്യാസ്, LPG, CNG, ഹൈഡ്രജൻ എന്നിവ എന്താണ്? വാതക ഇന്ധനങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഖര ഇന്ധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഖര ഇന്ധനങ്ങൾ വിറക്, കൽക്കരി തുടങ്ങിയവ എന്താണ്? ഖര ഇന്ധനങ്ങൾ. അതായത് കട്ടിയുള്ള പദാർത്ഥങ്ങളെ എന്തെന്ന് പറയാം? ഖര ഇന്ധനങ്ങൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് എന്ത്? ദ്രാവക ഇന്ധനങ്ങൾ. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ് വാതക ഇന്ധനങ്ങൾ. ഇതിന് ഉദാഹരണമാണ് എന്ത്? അപ്പം ജ്വലനത്തിലൂടെയാണ് ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഊർജ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ജ്വലനത്തിലൂടെയാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തേക്ക് വരുന്നത്. കത്തിക്കുമ്പോഴാണ്, അതായത് ഒരു വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴല്ലേ അതിനകത്തുനിന്ന് ഊർജം പുറത്തേക്ക് വന്ന് നമ്മളത് ഓടിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നത്. അപ്പം ജ്വലനത്തിലൂടെയാണ് എന്ത്? ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്ത് വരുന്നത്. പിന്നെയോ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഖര ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? വിറക്, കരി, ചാണകവരളി, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഫ്യുവൽ ഓയിൽ. പിന്നെ വാതകമോ? ബയോഗ്യാസ്, LPG, CNG, ഹൈഡ്രജൻ. ഈ LPG, CNG ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. LPG, CNG എന്താണ്? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതെന്തിനുദാഹരണമാണ്? വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ്? വാതക ഇന്ധനങ്ങൾക്ക് എന്താണ്? ഉദാഹരണമാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാലോ? ബയോഗ്യാസ്, LPG, CNG. LPG എന്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ഡീസൽ എന്ത് ഇന്ധനത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എഴുതും? ദ്രാവക ഇന്ധനത്തിന് ഉദാഹരണമാണ്. കരി എന്ത് ഇന്ധനത്തിന് ഉദാഹരണം? ഏത് തരം ഇന്ധനത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? ഖര ഇന്ധനത്തിന് ഉദാഹരണമാണ്. അപ്പം അടുത്തയിലേക്ക് പോകാം. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? സാധാരണയായി ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. സാധാരണയായിട്ട് ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പം ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാക്കുന്നതാണ് പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. അപ്പം എന്താണ് പൂർണ്ണജ്വലനം? പൂർണ്ണജ്വലനം നോക്കിക്കേ. ഇന്ധനങ്ങൾ എന്താണ്? പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിക്കും. ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യും? ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പം എന്ത് സംഭവിക്കും? എന്തൊക്കെ സംഭവിക്കും? ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ താപമുണ്ടാകും, പ്രകാശമുണ്ടാകും, അതോടൊപ്പം എന്തൊക്കെ ഉണ്ടാകും? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, നീരാവി ഉണ്ടാകും. ഈ ഉണ്ടാകുന്നതാണ് എന്ത്? പൂർണ്ണജ്വലനം. അപ്പം ഇത്രയും ഉണ്ടാകുന്നതാണ് എന്ത്? പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. എന്താണ് പൂർണ്ണജ്വലനം? അപ്പം എന്താണ് പൂർണ്ണജ്വലനം? പൂർണ്ണജ്വലനം എന്താണ്? ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ അവിടെ രൂപപ്പെടുന്നത്? താപവും പ്രകാശവും കൂടാതെ കാർബൺ ഡയോക്സൈഡ് അതോടൊപ്പം നീരാവിയും എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. താപവും പ്രകാശവും കൂടാതെ കാർബൺ ഡയോക്സൈഡും നീരാവിയും രൂപപ്പെടുന്നതാണ് എന്ത്? പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. ഓക്സിജന്റെ അളവ് കുറവായാൽ കാർബൺ ഡയോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്ന ജ്വലനം ഭാഗിക ജ്വലനമാണ്. അപ്പം ഓക്സിജന്റെ അളവ് കുറവായാൽ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഓക്കെ, എന്താണ്? കാർബൺ മോണോക്സൈഡും കരിയും ഉണ്ടാകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഓക്സിജന്റെ അളവ് കുറവായാൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡും കരിയുമാണ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡും കരിയുമാണ് ഉണ്ടാകുന്നത്. കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ജ്വലനമാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. എന്താണ്? കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ജ്വലനമാണ് എന്ത്? ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടെ നോക്കാം. ഇത് മനസ്സിലായല്ലോ ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന്.
ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീഷ്ണമായി എന്ത് ചെയ്യുന്നു? പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജ്വലനം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡും കരിയുമാണ് ഉണ്ടാകുന്നത്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറഞ്ഞ അളവിൽ ഉണ്ടാകുന്നതാണ് എന്ത്? ഭാഗിക ജ്വലനം. എന്താണ് ഭാഗിക ജ്വലനം? ഓക്കെ, ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം അത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. എന്താണ്? സൂര്യനാണ്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്താണ്? സൂര്യനാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ, സൗരോർജം, ബയോഗ്യാസ്, ജലം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പം എന്താണ്? ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. അങ്ങനാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്താണ്? ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് എന്ത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണെന്ത്? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകൾ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. അവനെ എന്ത് പറയും? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും. എന്താണ് പറയുന്നത്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും. സൗരോർജം, ബയോഗ്യാസ്, ജലം തുടങ്ങിയവ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? സൗരോർജം, ബയോഗ്യാസ്, ജലം. സൗരോർജം, ബയോഗ്യാസ്, ജലം എന്ന് പറയുന്നത് എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? ബയോഗ്യാസ്, ജലം, സൗരോർജം തുടങ്ങിയവ. ഓക്കെ, അതിനു മുമ്പ് എന്താണ് പറഞ്ഞത്? ഭാഗിക ജ്വലനവും പൂർണ്ണ ജ്വലനവും പറഞ്ഞു. പൂർണ്ണ ജ്വലനം എന്താണ്? ഓക്സിജനുമായിട്ട് ഇന്ധനങ്ങൾ പൊതുവെ തീഷ്ണമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു? താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡയോക്സൈഡും നീരാവിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണെന്ത്? പൂർണ്ണജ്വലനം എന്ന് പറഞ്ഞു. അപ്പം ഓക്സിജന്റെ അളവ് കുറവായാൽ അവിടെ കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പം കുറഞ്ഞ അളവിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, പുനഃസ്ഥാപിക്കാൻ, വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇന്ധനങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയും. വീണ്ടും നമുക്ക് തീർന്നു പോയാലും വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഊർജ സ്രോതസ്സുകളാണെന്ത്? ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജം എപ്പോഴെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പം എന്താണ്? അത് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകളെയാണ് എന്ത് പറയുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെയാണ് എന്ത് പറയുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എന്ത്? സൗരോർജം, ബയോഗ്യാസ്, ജലം തുടങ്ങിയവ. ഓക്കെ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. എന്താണ് സൗരോർജം, സൂര്യനിൽ നിന്ന് വരുന്ന ഊർജം എന്തെങ്കിലും നമുക്ക് ദോഷമുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജവുമാണ്. നമുക്ക് എന്തും ഉണ്ടാക്കുന്നില്ല, ദോഷങ്ങളൊന്നും ഉണ്ടാക്കുന്നുമില്ല. അതെന്തിന് കാരണമാകുന്നില്ല? പരിസ്ഥിതി മലിനീകരണത്തിന് എന്ത് കാരണമാകുന്നില്ല? ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നില്ല. ഓക്കെ, ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രധാന ഊർജ സ്രോതസ്സാണ് എന്ത്? സൗരോർജം. അപ്പോൾ സൗരോർജം എന്തിൻ്റെയൊക്കെ പ്രധാന ഊർജ സ്രോതസ്സാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബഹിരാകാശ വാഹനങ്ങളുടെയും അതുപോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും എന്താണ്? പ്രധാന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണെന്ത്? സോളാർ സെൽ. നമ്മൾ സോളാർ സെല്ല് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന ഊർജ രൂപത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നതാണ് എന്ത്? സോളാർ സെൽ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന ഊർജ രൂപത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നതാണ് എന്ത്? സോളാർ സെൽ എന്ന് പറയുന്നത്.
അപ്പം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സൗരോർജം. സൗരോർജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അതുപോലെ തന്നെ ബയോഗ്യാസ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ജലവും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സാണ്. പിന്നെയോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്തിന് കാരണമാകുന്നില്ല? പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നില്ല. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രധാന ഊർജ്ജ സ്രോതസ്സുകളാണെന്ത്? സൗരോർജം. അപ്പം എന്താണ്? ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രധാന ഊർജ്ജ സ്രോതസ്സാണെന്ത്? സൗരോർജം എന്ന് പറയുന്നത്. അപ്പം സൗരോർജം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്രിമ ഉപഗ്രഹങ്ങൾക്കായാലും ബഹിരാകാശ വാഹനങ്ങൾക്കായാലും എന്ത് ലഭ്യമാവുകയുള്ളൂ? ഊർജ്ജ സ്രോതസ്സുകൾ ലഭ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവ എന്ത് ചെയ്യാൻ സാധിക്കില്ല? ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് സൗരോർജം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്നത് ആരാണ്? സോളാർ സെല്ലുകളാണ്. അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജത്തെ രാവിലെ നമുക്ക് കിട്ടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമുക്ക് കിട്ടുന്ന ഈ ഒരു വെളിച്ചത്തെ, ഈ ഒരു പ്രകാശോർജത്തെ എന്താക്കി മാറ്റുന്നത്? വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നത് ആരാണ്? വൈദ്യുത ഊർജമാക്കി മാറ്റുന്നത് ആരാണ്? സോളാർ സെല്ലാണ്. ആരാണ്? സോളാർ സെൽ. മിക്ക വീടുകളിലും സോളാർ സെല്ല് നമുക്ക് കാണാൻ കഴിയും, ഇല്ലയോ? മിക്ക വീടുകളിലും സോളാർ സെല്ല് നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്താണ്? സോളാർ സെല്ലാണ്. ഓക്കെ. ഇനി സോളാർ സെൽ ഒരു PN സന്ധി ഡയോഡാണ്. എന്താണ്? PN സന്ധി ഡയോഡാണ്. ഓക്കെ. സോളാർ ചില അക്ഷരത്തെറ്റുകളുണ്ട്, ക്ഷമിക്കാം. സോളാർ സെല്ലിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസമാണെന്ത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഓക്കെ, സോറി. അപ്പം എന്താണ്? സോളാർ സെല്ലിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസം. സോളാർ സെല്ലിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പ്രകാശോർജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി അല്ലെങ്കിൽ വൈദ്യുതോർജമാക്കി കൺവേർട്ട് ചെയ്യുകയാണ് അവ നമുക്ക് ചെയ്തു തരുന്നത്. അത് ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഓക്കെ. പിന്നെ ഇതെന്താണ്? ഒരു PN സന്ധി ഡയോഡാണെന്ന് പറഞ്ഞു. സോളാർ സെൽ എന്താണ്? ഒരു PN സന്ധി ഡയോഡാണെന്ന് പറഞ്ഞു. ഓക്കെ. സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണെന്ത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. എന്താണ്? സൗരോർജത്തിൽ നിന്ന് താപം നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണെന്ത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. എന്താണ്? സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണെന്ത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. അപ്പോൾ മനസ്സിലായല്ലോ സോളാർ സെൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സോളാർ സെൽ എന്താണ്? സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ എന്ന് പറഞ്ഞു. സോളാർ സെല്ലിൻ്റെ പ്രവർത്തനം എന്താണ്? സോളാർ സെൽ ഒരു PN സന്ധി ഡയോഡാണ്. സോളാർ സെല്ലിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. പിന്നെ സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ. സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവ. ഇനി നോക്കിയേ, സൗരോർജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്? സോളാർ തെർമൽ പവർ പ്ലാന്റ്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ? സൗരോർജം, സൂര്യനിൽ നിന്നും വരുന്ന ഊർജത്തെ നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നേരിട്ട് വൈദ്യുതി ഊർജമാക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണെന്ത്? സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സൗരോർജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ത്? സോളാർ തെർമൽ പവർ പ്ലാന്റ്.
പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജ രൂപമാണ് എന്ത്? പവനോർജം. എന്താണ്? വിൻഡ് എനർജി, അതായത് കാറ്റുമായിട്ട് ബന്ധപ്പെട്ട എനർജി. ഓക്കെ, എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിസര മലിനീകരണം ഉണ്ടാവുന്നതുമില്ല. പരിസ്ഥിതിയായിട്ട് സൗഹൃദപരമായിട്ടുള്ള ഒരു ഊർജ്ജ രൂപമാണെന്ത്? പവനോർജം എന്ന് പറയുന്നത്. എന്താണ്? പവനോർജം. ഓക്കെ, അതിനു മുമ്പ് സോളാർ തെർമൽ പവർ പ്ലാന്റ് ഒന്നും കൂടെ നോക്കിക്കേ. സൗരോർജത്തിൽ നിന്ന് സൂര്യനിൽ നിന്നും വരുന്ന ഊർജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പരിസ്ഥിതി സൗഹൃദവും അതുകൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമായ ഊർജ്ജ രൂപമാണെന്ത്? പവനോർജം അഥവാ വിൻഡ് എനർജി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉദാഹരണമാണെന്ത്? വിൻഡ് മില്ല് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ പാലക്കാട്, തമിഴ്നാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വിൻഡ് മിൽസ് കാണാം. ഓക്കെ, അതെന്താണ്? കാറ്റിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും ഇല്ലയോ? ടർബൈൻ കറക്കി ഇങ്ങനെയാണ്, ഞാൻ വരച്ചാലൊന്നും ശരിയാവത്തില്ല. ഇതിങ്ങനെ കറക്കി എന്ത് ചെയ്യും? വരയ്ക്കാൻ ഞാൻ ഭയങ്കര സംഭവമായതുകൊണ്ട് ഒന്നും ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? വിൻഡ് എനർജി അഥവാ പവനോർജം എന്ന് പറയുന്നു. ഉദാഹരണമാണ് എന്ത്? വിൻഡ് മില്ല് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ത്? പവനോർജം അഥവാ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അത് എന്ത് ചെയ്യാൻ സാധിക്കും? പുനഃസ്ഥാപിക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്ന് ഒന്നും കൂടെ നോക്കാം നമുക്ക്. ചുമ്മാ അങ്ങ് പഠിച്ചു പോയാൽ പോരാലോ. ഊർജം എന്തായിരുന്നു? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ് എന്ന് പറയുന്നത്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ആണ്. 1 വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ്. ഓക്കെ, വിവിധ ഊർജ രൂപങ്ങൾക്ക് ഉദാഹരണം യാന്ത്രികോർജം, സൗരോർജം, താപോർജം, രാസോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, പ്രകാശോർജം, കാന്തികോർജം, ആണവോർജം. പിന്നെ എന്താണ്? യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജം എന്ന് പറയുന്നത്. ഓക്കെ, ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, കൽക്കരി തുടങ്ങിയവ ഖര ഇന്ധനങ്ങളും. പിന്നെ എന്താണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ ദ്രാവക ഇന്ധനങ്ങളും. LPG, CNG, പിന്നെന്താണ്? ഹൈഡ്രജൻ തുടങ്ങിയവ വാതക ഇന്ധനങ്ങൾക്കും ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പെട്രോളിയത്തിൽ നിന്നുമാണ് ദ്രാവക ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഏവിയേഷൻ ഫ്യൂവലാണ്. പിന്നെ ജ്വലനത്തിലൂടെയാണ് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം എന്ത് ചെയ്യുന്നത്? പുറത്തു വരുന്നത്. ഊർജം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം, ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറക്, കരി, ചാണകവരളി, കൽക്കരി തുടങ്ങിയവ. ദ്രാവകത്തിന് ഉദാഹരണമാണ് മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ, ഫ്യൂവൽ ഓയിൽ എന്നിവ. പിന്നെ വാതകത്തിന് ഉദാഹരണമാണ് എന്ത്? ബയോഗ്യാസ്, LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. പിന്നെ ജ്വലനത്തിന് സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് ഇന്ധനങ്ങൾ പൊതുവെ പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുമ്പോഴാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്? താപവും ഉണ്ടാകും, പ്രകാശവും ഉണ്ടാകും, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകും. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്?
പൂർണ്ണജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓക്സിജന്റെ അളവ് കുറവായതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഓക്സിജന്റെ അളവ് കുറവായിപ്പോയാൽ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഉണ്ടാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? അപ്പം കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. പൂർണ്ണജ്വലനം എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിച്ച്, ഇന്ധനം ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിച്ച് എന്താണ്? താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണജ്വലനം. പക്ഷേ ഈ പൂർണ്ണജ്വലനത്തിനകത്തിൽ എന്താണ്? ഓക്സിജൻ കുറഞ്ഞു പോയാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ മോണോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പം കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? ഭാഗിക ജ്വലനമാണ്. കുറഞ്ഞ അളവിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്തായിരുന്നു? സൂര്യനായിരുന്നു. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് അനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നു. സൗരോർജം, ബയോഗ്യാസ്, ജലം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണെന്നും പറഞ്ഞു. പിന്നെയോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്തുണ്ടാക്കുന്നില്ല? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെയോ ബഹിരാകാശ വാഹനങ്ങളിലും കൃത്രിമ ഉപഗ്രഹങ്ങളിലും എന്താണ് ഉപയോഗിക്കുന്നത്? ഏത് ഊർജ സ്രോതസ്സാണ്? സൗരോർജമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്ത്? സോളാർ സെൽ എന്ന് പറയുന്നത്.